നമസ്കാരം പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, കേരളം അതീവ ജാഗ്രതയിൽ. 2018 പ്രളയ ദുരിതത്തിന് ശേഷം വീണ്ടും ഒരു പ്രളയക്കെടുതി കേരളത്തെ വേട്ടയാടുകയാണ്. കേരളം അതീവ ജാഗ്രതയിൽ. കേരളത്തിലെ മിക്ക ജില്ലകളും റെഡ് അലേർട്ടിലും ഓറഞ്ച് അലേർട്ടിലും ആണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇനിയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അങ്ങനെ അതീവ ജാഗ്രതയിൽ കേരളം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. ധാരാളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഉരുൾപൊട്ടലും പേമാരിയും വെള്ളപ്പൊക്കവും സംസ്ഥാനത്തെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നു. റാന്നി, പത്തനംതിട്ട, അതേപോലെ തന്നെ പാലാ ടൗൺ മുങ്ങി വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആറന്മുള പ്രദേശം, പാലായ്ക്ക് ശേഷം ആറന്മുള പ്രദേശമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം കോഴിക്കോട് ടൗണ്, വയനാട്ടിലെ ഹൈവേ ബ്ലോക്കായിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിക്കിടക്കുകയാണ്. സംസ്ഥാന ഗതാഗതം പല സ്ഥലങ്ങളിലും സ്തംഭിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു. കാസർഗോഡ് വനപ്രദേശത്തിനുള്ളിൽ ഉരുൾപൊട്ടി അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു. വെള്ളം കുതിച്ചു പായുന്നു. ഇങ്ങനെ കേരളം ഒരു തീരാ ദുരിതത്തിലാണ്. ഒരിക്കൽ 2018 പ്രളയത്തിൽ നിന്ന് പതുക്കെ കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബിസിനസ് സ്ഥാപനങ്ങളും ഷോപ്പിംഗ് മാളുകളും ഷോപ്പുകളും ടൗണുകളും ഈവൻ പെട്രോൾ പമ്പുകൾ വരെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. എത്ര രൂപയുടെ നഷ്ടം, എത്ര കോടികളുടെ നഷ്ടം ഗവൺമെൻറ്റിനും സംസ്ഥാനത്തിനും ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു എത്തും പിടിയുമില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും ഓരോരോ ജില്ലകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഊർജിത പ്രവർത്തനങ്ങൾ നടക്കുന്നു. സാധ്യമായ രീതിയിലെല്ലാം ഗവൺമെൻറ് ജനങ്ങളുടെ ദുരിതത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി ക്യാമ്പുകൾ തുറക്കുകയും ജനങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ എവിടെ വേണമെങ്കിലും ക്യാമ്പ് തുറക്കാമെന്നാണ് മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത്യാവശ്യ ഫണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുകയും ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രിമാർ പറയുന്നത്. MLA-മാർ നമ്മൾ ഫോട്ടോയിൽ കാണാം. MLA-മാർ അവരുടെ നേതൃത്വത്തിൽ തന്നെ ബോട്ടിലും വഞ്ചിയിലും പായ്ക്കൊട്ടയിലുമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. അങ്ങനെ ജനങ്ങളാകെ ഭയചകിതരായിരിക്കുകയാണ്. എങ്കിലും വളരെയധികം ജാഗ്രത പാലിക്കണം. അത്യാവശ്യത്തിന് മാത്രം വീടിന് പുറത്തിറങ്ങുകയും അത്യാവശ്യത്തിന് മാത്രം സഞ്ചരിക്കുകയും ആണ്. ചില സ്ഥലങ്ങളിലെല്ലാം സഞ്ചാരം നിരോധിച്ചിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ. അതോടൊപ്പം തന്നെ ഇക്കോ ടൂറിസങ്ങളും വെള്ളച്ചാട്ട പ്രദേശങ്ങളുമൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. സേഫ്റ്റി ഫസ്റ്റ്. വളരെ ജാഗ്രതയോടും കരുതലോടും കൂടി മാത്രമേ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ വിലപ്പെട്ട മനുഷ്യജീവൻ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിലും കുരുന്നുകളുടെയും അതേപോലെ തന്നെ വീട്ടിൽ കിടന്നുറങ്ങിയവരുടെയുമൊക്കെ വിലപ്പെട്ട മനുഷ്യജീവൻ 6-7 പേർ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് ചിലപ്പോൾ മനുഷ്യജീവൻ അപകടമുണ്ടാകാം. ഇലക്ട്രിക് ലൈനുകളും കമ്പികളും അപ്രതീക്ഷിതമായ കുഴികളും ഒക്കെ അറിയില്ല. വണ്ടികളൊക്കെ ബോട്ട് മാതിരി ഇപ്പോൾ ടൗണിൻ്റെ നടുക്കുകൂടെ വെള്ളത്തിലൂടെയാണ് ഓടുന്നത്. ആ വണ്ടിയൊക്കെ ഏതെങ്കിലും കുഴിയിൽ വീഴുകയോ എവിടെയെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെടുകയോ ചെയ്യാം. അത് വളരെയധികം റിസ്ക്കാണ്. കഴിവതും വെള്ളത്തിനകത്തു കൂടെ പരിചയമില്ലാത്ത സ്ഥലത്തു കൂടെയൊക്കെ വാഹനങ്ങൾ ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കുറഞ്ഞ വെള്ളമേ ഉള്ളെങ്കിൽ ചിലപ്പോൾ വണ്ടി അങ്ങ് കടന്നു പോകും. വെള്ളം കയറിക്കഴിഞ്ഞാൽ എയർട്ടിലൂടെ വെള്ളം കയറിക്കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മണിക്കൂറുകൾ കൊണ്ടാണ് വെള്ളം പൊങ്ങുന്നത്. ഇത്രയും കേരള സംസ്ഥാനത്ത് വൈദ്യുതി ഇല്ല എന്നും പറഞ്ഞ് വെള്ളമില്ല, മഴയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ പ്രകൃതിയുടെ വികൃതി, കാലാവസ്ഥാ പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് മഴ കൊണ്ട് ഇപ്പോൾ ഡാമുകളെല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്. തൃശ്ശൂർ, ഇടുക്കി, തിരുവനന്തപുരം ഒക്കെ ഡാമുകൾ തുറന്നുവിട്ട് നിയന്ത്രിക്കുകയാണ്. ഡാം അടച്ചിടാൻ പറ്റിയില്ല. ഡാമുകൾ ഏതെങ്കിലും ഡാമേജായി പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി അതിഭയങ്കരമായിരിക്കും. അതിനാൽ നിയന്ത്രിത തോതിൽ നോക്കിക്കൊണ്ട് ഡാമുകൾ തുറന്നു വിടുകയാണ്.
ദുരിതാശ്വാസം ആവുന്ന വിധത്തിൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടും കൊണ്ട് വന്ന് റാന്നി, പാല, അതേപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സേവനസന്നദ്ധരായി പ്രവർത്തിക്കുന്നു. ധാരാളം പേരെ രക്ഷപ്പെടുത്തുന്നു. വീടുകളിൽ വയോധികരും കിടപ്പ് രോഗികളുമായ ആളുകളൊക്കെ ധാരാളമുണ്ട്. അവരെയൊക്കെ ഒന്നൊന്നായി കണ്ടുപിടിച്ച് ബോട്ടിൽ വഞ്ചിക്കൂടെയും യന്ത്രം ഘടിപ്പിച്ച ബോട്ടിൽ ഒക്കെ സഞ്ചരിച്ച് റാന്നിയിലും അതേപോലെ ആറന്മുളയിലും ഒക്കെ ടൗണൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞ് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിന് പറ്റുന്ന രീതിയിൽ എല്ലാവിധ ജനപ്രതിനിധികളെയും പുറത്തിറക്കി അവരുടെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹായത്തോടും കൂടി ജനങ്ങൾ ഒന്നാകെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അലേർട്ടാണുള്ളത്. ഇനിയും ചിലപ്പോൾ വരും ദിവസങ്ങളിലും മഴ തുടരാം. മഴ തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിലാകും. ജനങ്ങളതിനാൽ വളരെയധികം അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. അങ്ങനെ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരിക്കലും പ്രഡിക്ഷൻ ചെയ്യാൻ വയ്യാത്ത രീതിയിലാണ്. പെട്ടെന്നാണ് മഴ വന്ന് റോഡുകളും ഹൈവേകളും ഒക്കെ മുങ്ങുന്നത്. അതേപോലെ ഉരുൾപൊട്ടൽ ഒരു പ്രതിഭാസമായി മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നു. ഉരുളൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നിൽ പാച്ചു നിൽക്കാനേ പറ്റുകയുള്ളൂ. ആണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരിതത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ എം ക്യാപ്റ്റൻ ഗ്രാമർ ഷാജി. ഈ ജാഗ്രതാ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.